നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുമ്പോൾ അതനുസരിച്ച് പ്രകടനം നടത്താൻ കഴിയാത്തതിൽ വേദനയുണ്ട്. പക്ഷേ എപ്പോഴും മുന്നോട്ട് പോവാൻ തയ്യാറുള്ളവർക്ക് പ്രതിഫലം കൊടുത്തിട്ടേ ഉള്ളൂ ഈ കളി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ടീം വിജയിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. വിൽ ബി ബാക്ക് സ്ട്രോങ്ങർ. അഭിഷേക് ശർമ്മയുടെ കുറിപ്പാണ്. ഈ T20 പരമ്പരയിലടക്കം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 6 T20I ഇന്നിങ്സുകളും നോക്കുക, ഒന്നും 20 റൺസ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇദ്ദേഹത്തിനൊന്നും ബാധകമല്ലേ എന്ന് പലരും ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം 7 പന്തിൽ നിന്ന് 10 റൺസ്, അടുത്ത കളിയിൽ 14 പന്തിൽ നിന്ന് 16 റൺസ്, അടുത്ത കളിയിൽ 5 പന്തിൽ നിന്ന് 3 റൺസ്. ഇതാണ് ഇംഗ്ലണ്ടിനെതിരെ. ഇനി സിംബാബ്വെക്കെതിരെയാണെങ്കിൽ ആദ്യ കളി 8 പന്തുകൾ 1 റൺസ്, രണ്ടാമത്തെ കളി 8 പന്ത് 8 റൺസ്, മൂന്നാമത്തെ കളി 4 ബോൾ 2 റൺസ്. സോ വളരെ മോശമായൊരു പ്രകടനമാണ് അഭിഷേക് ശർമ്മയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് മോഡേൺ ക്രിക്കറ്റ് എന്നും ബാറ്റർമാർ ആദ്യം തന്നെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല എന്നുമൊക്കെ ഇതിനെ ന്യായീകരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് അഭിഷേക് ശർമ്മയെ പൂർണ്ണമായിട്ടും എഴുതി തള്ളണം എന്നൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത്. ഇതെല്ലാവർക്കും ബാധകമാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കൂടുതൽ മികച്ചത് പുറത്തു വരും എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ബാധകമാക്കണം. അത് ചിലരെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലർക്ക് ആ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളിടത്ത് നിന്നാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരിക. എന്തായാലും ശക്തമായിട്ട് തിരികെ വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വൈഭവ് സൂര്യവംശി ഏതായാലും അവൻ്റെ മികവ് കാണിക്കുന്നു. അപ്പോൾ ഓപ്പണിങ്ങിന് ആളുണ്ട്. സഞ്ജു സാംസൺ പുറത്തിരിപ്പാണ്. സഞ്ജുവിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കിയതല്ല എന്ന് തന്നെ കരുതാം. വരും മത്സരങ്ങളോട് കൂടിയൊക്കെ അദ്ദേഹം തിരികെ എത്തുമെന്ന് കരുതാം. ശ്രേയസ് അയ്യരുടെ ടീമിന് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസാണ്. ഏഷ്യൻ ഗെയിംസിന് സഞ്ജു അടക്കമുള്ളവരൊക്കെ ഉണ്ട്. അഭിഷേകൊക്കെ മികച്ച പ്രകടനം അവിടെ നടത്തട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.